എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും പേയ്മെന്റ് സൗകര്യം ഒരുക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം. മാതൃദിനത്തിൽ ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് ആശംസകൾ നേർന്ന് പ്രഥമ വനിത അസയ്യിദ അഹദ് അബ്ദുള്ള ഹമീദ് അൽ ബുസൈദി. അനധികൃതമായി വിൽക്കാൻ സൂക്ഷിച്ചിരുന്ന പടക്കങ്ങളുമായി ഒമാനിൽ 2 പേർ പിടിയിൽ. ഗൾഫ് മാധ്യമം ഒമാൻ. ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും ഇലക്ട്രോണിക് പേയ്മെന്റ് സേവനങ്ങൾ നൽകണമെന്നും ഫോൺ നമ്പറുകൾ വഴി ബാങ്ക് ട്രാൻസ്ഫറുകൾ അഭ്യർത്ഥിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വാണിജ്യ വ്യവസായ നിക്ഷേപക പ്രോത്സാഹന മന്ത്രാലയം. ഇലക്ട്രോണിക് പേയ്മെന്റ് ഓപ്ഷനുകൾ നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ തജാവൂബ് പ്ലാറ്റ്ഫോം വഴി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഉപഭോക്താക്കൾക്ക് പേയ്മെന്റ് സേവനം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കട ഉടമകൾക്കായി നിരവധി ബോധവൽക്കരണ പരിപാടികളും നടത്തിയിരുന്നു. ക്രയവിക്രയ പ്രവർത്തനങ്ങൾ, കസ്റ്റമർ സർവീസ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ എന്നിവ ത്വരിതപ്പെടുത്തുന്നതിന് പുറമെ പണമിടപാടിലെ സുരക്ഷാ അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിനും സമഗ്രമായ ഡിജിറ്റൽ പരിവർത്തനം കൈവരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പേയ്മെന്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. മോഷണം, വഞ്ചന, വ്യാജ ബില്ലിംഗ് എന്നിവ തടയലും ഇതിന്റെ ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇത് നടപ്പിൽ വരുത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെ പിഴയടക്കമുള്ള നടപടികൾ അധികൃതർ എടുക്കുകയും ചെയ്തിരുന്നു. 2022 ജനുവരിയിലാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പേയ്മെന്റ് സംവിധാനം അധികൃതർ നിർബന്ധമാക്കി തുടങ്ങിയത്. ഇതനുസരിച്ച് പല സ്ഥാപനങ്ങളും പേയ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. ഇതുവരെയും സംവിധാനം ഏർപ്പെടുത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. അതേസമയം വ്യാപാരികൾക്ക് പേയ്മെന്റ് സംവിധാനത്തിനുള്ള ഉപകരണം നേടുന്നതിനുള്ള വെല്ലുവിളികൾ മറികടക്കാൻ സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇത് വേഗത്തിൽ ലഭ്യമാക്കാൻ ബാങ്കുകളുമായും കമ്പനികളുമായും ഏകോപനം നടക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. മാതൃദിനത്തിൽ സുൽത്താനേറ്റിലെയും ലോകമെമ്പാടുമുള്ള അമ്മമാർക്കും ആശംസകൾ നേർന്ന് സുൽത്താന്റെ പത്നിയും പ്രഥമ വനിതയുമായ അസയ്യിദ അഹദ് അബ്ദുള്ള ഹമീദ് അൽ ബുസൈദി. എല്ലാ അമ്മമാർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ ആശംസകൾ അറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഈ വർഷം വിശുദ്ധ റമദാൻ മാസത്തിൽ മാതൃദിനം ആഘോഷിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് സുരക്ഷിതവും അന്തസ്സുള്ളതും സന്തോഷകരവും സ്ഥിരതയുള്ളതുമായ ഒരു ജീവിതം നൽകണമേയെന്ന് സർവശക്തനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അമ്മമാർക്ക് അവരുടെ കുടുംബങ്ങളോടും സമൂഹത്തോടുമുള്ള കടമകൾ കാര്യക്ഷമമായും സുഖകരമായും നിറവേറ്റാൻ പ്രാപ്തരാക്കുന്ന ഉചിതമായ സാഹചര്യങ്ങളും കഴിവുകളും നൽകണമേയെന്നും പ്രാർത്ഥിക്കുകയാണെന്ന് ആശംസാ സന്ദേശത്തിൽ പ്രഥമ വനിത പറഞ്ഞു. അനധികൃതമായി വിൽക്കാൻ സൂക്ഷിച്ചിരുന്ന പടക്കങ്ങളുമായി 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. സിനാവ് വിലായത്തിലെ ഒരു വാണിജ്യ സ്ഥാപനത്തിൽ നിന്ന് വടക്കൻ ഷർക്കിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പിടികൂടിയത്. പരിസരത്തിന്റെയും പ്രദേശത്തെ ജനങ്ങളുടെയും സുരക്ഷയ്ക്കും കാര്യമായ അപകട സാധ്യത സൃഷ്ടിക്കുന്ന തരത്തിലായിരുന്നു ഇവ സൂക്ഷിച്ചിരുന്നത്. നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.